ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കാം. മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും, നിങ്ങളവിടെ എന്തൊക്കെയാണ് പറയാമെന്നൊക്കെ പറയാം. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണം, കാരണം മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ചെറിയൊരു പാത്രത്തിൽ നിന്ന് പിന്നെ നമുക്കത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ചൊരു കഴുകാനുള്ളൊരു സൗകര്യമുള്ളൊരു പാത്രത്തിൽ നന്നായിട്ട് കഴുകുക. അതിൽ കുറേ ഭാഗം ചെത്തി ഒഴിവാക്കാനുണ്ടായിരുന്നു, കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചെത്തി ഒഴിവാക്കി. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അതായത് നല്ല രീതിയിലൊന്ന് നമുക്ക് വേണ്ട സൈസ് നോക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെയുള്ള ഒരേ ഒരു കാര്യം, നന്നായിട്ട് കഴുകണം. നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ട്, മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ വിനെഗറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കഴുകുന്നത്. ഞങ്ങളിവിടെ കുറേ പച്ചക്കറിയൊക്കെ അങ്ങനെ കഴുകാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് വിനെഗരും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടുള്ളത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവി കയറ്റിയെടുക്കാനുള്ളതല്ലേ, അപ്പോൾ നമ്മൾ ആവി കയറ്റില്ല, പുഴുങ്ങിയെടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുക്കർ കുലുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉപ്പൊക്കെ എല്ലായിടത്തും എത്തും. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്ക് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിസിലൊക്കെ വന്നത്, ഞാൻ വിസിൽ വന്ന് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. ആ ഒരു സ്പൂൺ വെച്ചിട്ട് കുത്തുമ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓവർ മധുരമില്ല, പക്ഷേ എന്നാലും ഓക്കെ നല്ല രസമുണ്ട്. പക്ഷേ മധുരക്കിഴങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല.